ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിൽ, അതായത് ജൂലൈ 15 എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഒന്ന് നമ്മുടെ അവനിയുടെയും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ഇവയുടെയും കേട്ടോ. അപ്പോൾ 2 പേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നാണ്. നാളെ മാത്രമാണ് വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ ദിവസം നമ്മൾ അവനീ പിന്നെ 4 വർഷം മുൻപാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ആ കഥകൾ നമുക്ക് പിന്നെ പറയാം. നമുക്ക് ഒരുപാട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ ആയത്, നമ്മൾ ഈ ദിവസം ഇവനെ നമുക്ക് കിട്ടി. അപ്പോൾ ആ ദിവസത്തെ ഒരു കാത്തിരിപ്പും കാര്യങ്ങളും, അതായത് ജൂലൈ 14 തീയതിയാണ് നമ്മൾ അഡ്മിഷൻ ആയത്. അതിനുശേഷം ജൂലൈ 15 തീയതി രാവിലെ 9 മണിക്ക് ശേഷമാണ് ഡെലിവറി ആയത്. സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ആ സിസേറിയന് ശേഷം കുട്ടീനെ നമ്മുടെ കയ്യിൽ കിട്ടാന്നില്ല, അങ്ങനെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കുട്ടിയാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ, അത് വേറെ കാര്യം. പിന്നെ 13 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു കൈനീട്ടാണ്. അപ്പോൾ അതും പിന്നെ എന്ത് കുട്ടിയായാലും നമുക്ക് കുഴപ്പമില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്താ പറയുക, അംഗവൈകല്യങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു യാത്ര, ആ ഒരു ഡെലിവറിക്കുള്ള ഒരു യാത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവയുടെ ജനനം, അതുപോലെ തന്നെ ആ ഒരു പ്രഗ്നൻസി, ഇവയുടെ അമ്മയുടെ ആ പ്രഗ്നൻസി കാലഘട്ടങ്ങൾ ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 13 വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. 2011 ജൂൺ 5 അവരുടെ വിവാഹം കേട്ടോ. അപ്പോൾ ആ പാറമേക്കാവ് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു, തൃശ്ശൂർ പാറമേക്കാവ് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു വിവാഹം. അതിനുശേഷം അവിടെ പുഷ്പാഞ്ജലി ആ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു ബാക്കി സദ്യയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇത്ര സമയത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ കയറണം എന്ന് പറയും. നല്ല മഴയായിരുന്നു, ജൂൺ മാസമാണ്. നമ്മുടെ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം അന്ന് തന്നെയാണ് നമ്മൾ റിസപ്ഷനും വെച്ചത്. അത് പിന്നീട് ഒരു ദിവസത്തേക്ക് വെച്ചില്ല. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമുക്ക് മുള്ളൂർക്കര പഞ്ചായത്തിൻ്റെ ഒരു ഹാളുണ്ട്, ഇന്ദിരാ പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ട്, അവിടെ വെച്ചിട്ട് നമ്മൾ നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം ഒരു മുസ്ലിം കല്യാണം ഉള്ളത് കൊണ്ട് അവർക്ക് ആ ദിവസം വൈകിട്ട് അവിടെ പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് മണ്ഡപം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ ചെറിയൊരു മണ്ഡപം വേറെ മുള്ളൂർക്കര സെൻറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചടങ്ങുകൾ, ചെറിയ മണ്ഡപം ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ റിസപ്ഷനൊക്കെ അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. അതിനുശേഷം റിസപ്ഷനൊക്കെ നടത്തിയതിന് ശേഷം അപ്പോൾ ഞങ്ങൾ ഇരുന്നലങ്കോട് ആ പുതിയ വീട് വെച്ചിട്ട് പാലൊക്കെ കാച്ചിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിൻ്റെ സമയത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ താമസം തുടങ്ങിയത്. ഞങ്ങൾ എറണാകുളത്തായിരുന്നു. അമ്മയും അമ്മൂമ്മയാണ് ഇരുന്നലങ്കോട് വീട്ടിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നലങ്കോട് വീട്ടിൽ, അപ്പോൾ ആ ഒരു മാസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നത്. ഒരു മാസം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം 2 ആഴ്ചയോളം. അപ്പോൾ ആ സമയം നമ്മളിവിടെ വടക്കാഞ്ചേരി മാരാത്തുകുന്ന് വീട് വെച്ചിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ എറണാകുളത്തുനിന്ന് പോരാന്നുള്ള ഒരു തീരുമാനത്തിൽ, കാരണം ഏട്ടന് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ നമ്മൾ എറണാകുളത്തുനിന്ന് പോരാൻ, ട്രാൻസ്ഫർ ആയിട്ടില്ല, ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പിന്നെ മാത്രമല്ല, മക്കളുടെ പഠനം കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാറ്റിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ട് വരണില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളങ്ങനെ വടക്കാഞ്ചേരിക്കും വന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാനൊക്കെ ഉള്ള ആ ഒരു സാഹചര്യം. അപ്പം കുറച്ച് നാൾ, ഒരാഴ്ചയോളം ഏട്ടൻ എറണാകുളത്ത് തന്നെ നിന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലും നിന്നു. അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊന്നും ഞാൻ നിന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പുതിയ വീട്ടിൽ അങ്ങനെയാണ് ഞാൻ നിന്നേക്കുന്നത്. പിന്നെ എല്ലാ വർഷവും ഷഷ്ടിക്കൊന്ന് പോയിട്ട് ഒരു ദിവസം നിൽക്കും, അത്രമാത്രം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നിട്ട് നമ്മുടെ ഇവക്കുട്ടിയുടെ കാര്യങ്ങളാണ്. അപ്പം ഇവിടെ വിവാഹം ചെയ്ത് വന്നതിന് ശേഷം 2 മാസമൊക്കെ ആകുമ്പോൾ നോർമലി പ്രജി പ്രഗ്നൻ്റ് ആയി. അവിടുന്ന് 2 മാസം, അത് 5 മാസം 6 മാസത്തോളമായി. ആ സമയത്താണ് പെട്ടെന്നൊരു ഡോട്ട് പോലെ ബ്ലഡ് കണ്ടു. അതുപോലെ തന്നെ ഡെലിവറി ആയി, നോർമൽ ഡെലിവറി ആയി. അതിനുശേഷം 2ാമത്തെ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയപ്പോഴും ഇതുപോലെ 5 മാസമൊക്കെ ആയപ്പോൾ ഡെലിവറി ആയി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഏതാണെന്ന് അറിയണില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അതൊരു വിഷമം. അപ്പം 4 പ്രാവശ്യം ആയതും ആൺകുട്ടികളായിരുന്നു. നമുക്ക് എന്ത് കുട്ടിയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവ പെൺകുട്ടിയാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ശരിക്കും ഒരു രൂപമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് മനസ്സിൽ നമുക്ക് തങ്ങി നിൽക്കൂല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു മാത്രം. അങ്ങനെ ഡെലിവറി അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു. അപ്പം നമ്മൾ വേറെ ഒരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇനി ഇങ്ങനെ ഡെലിവറി ആവുന്നത് എന്തുകൊണ്ടാണ് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ചിലപ്പോൾ ചിലവർക്ക് യൂട്രസ് സ്ട്രെങ്ത് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടു. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും പ്രഗ്നൻ്റ് ആയി.
പിന്നെ എല്ലാം 2.5 മാസം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അബോർഷൻ ആയിട്ടുണ്ടായിരുന്നത്. 2022 വീണ്ടും ലാസ്റ്റിൽ ഒരു പ്രഗ്നൻസി ആയി. ആ പ്രഗ്നൻസി ആയിട്ട് നോക്കുമ്പോൾ അന്ന് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഭാരതിയോ അല്ലെങ്കിൽ നീനയാണ് കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഡോക്ടർ ശ്രീനിവാസിനെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ശ്രീനിവാസിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അത് പ്രജിതോട് പറയരുത്, ആ കുട്ടിക്ക് ടെൻഷൻ അടിപ്പിക്കണ്ട. ഇതെനിക്ക് അത്ര ഹോപ്പ് തോന്നണില്ല. സ്കാനിങ്ങിൽ നോക്കുമ്പോൾ നമ്മൾ 2.5 മാസത്തെ വളർച്ച ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 2.5 മാസത്തെ വളർച്ച കാണുന്നില്ല, വളർച്ച കുറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ടെൻഷൻ അടിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയോട് പറയണ്ട, ഞാൻ എന്നാലും ഞാൻ കുട്ടിയോട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം, ശ്രമിക്കാം, ഞാൻ എന്തായാലും ഇഞ്ചക്ഷൻ എഴുതുന്നുണ്ട്, ആ ഇഞ്ചക്ഷനൊക്കെ എടുക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അതിന് ശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീണ്ടും വീണ്ടും വളർച്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് അത്ര നല്ലതല്ല, അപ്പോൾ നമുക്ക് ഇനി ഇത് അബോർഷൻ ചെയ്യാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് വീണ്ടും അബോർഷൻ ആക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ അബോർഷൻ ആക്കി അവിടുന്ന് വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രഗ്നൻസി ആവുന്നത്. ആ പ്രഗ്നൻസി ഒരു കഥ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ ശരിക്കും പ്രഗ്നൻ്റ് ആണ്, ഇത്ര അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യമൊക്കെ അബോർഷൻ ആയി എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കും, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ പോകില്ലേ. അപ്പോൾ ഈ പ്രഗ്നൻസിക്ക് അങ്ങനെ നല്ല ഉണ്ടായത്. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ റെസ്റ്റൊക്കെ എടുത്തു, അതല്ല, എന്നാലും അതൊരു കാലം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുൻപ് ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു കുട്ടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്താ മൂവാറ്റുപുഴ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് സബൈൻ ഹോസ്പിറ്റൽ, അവിടെ പോയിട്ട് കാണാൻ പറയൂ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ അത് 5 വർഷം മുൻപാണ് കേട്ടോ, അത് ആലോചിക്കണം. ആ 5 വർഷം മുൻപ് അങ്ങനെ പറഞ്ഞു. നമുക്ക് ഫോൺ നമ്പറൊക്കെ അവർ തന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ ഒരു ദിവസം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ വന്ന് നോക്കുക, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറക്കമൊഴിച്ച് അവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും പറഞ്ഞു എന്നാൽ അവിടെ പോയി കാണാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ 5 വർഷമായിട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിന്നാൽ പോവാന്ന് വെച്ചു. അപ്പോൾ അതിന് മുൻപ് IVF ചെയ്യാനായിട്ട് കൊടുങ്ങല്ലൂർ പോവാൻ ഒരുപാട് പേര് പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ പോയി കണ്ടു. അപ്പോൾ അവർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ വിളിക്കും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ വിളിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ്, അവർ ചാർജിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, എവിടെയും പോയിട്ട് ഇനി കാണിക്കൊന്നും വേണ്ട, നമുക്ക് കുട്ടികളുണ്ടാവാൻ യോഗ ഉണ്ടെന്നുണ്ടെങ്കിൽ യോഗ അപ്പോൾ നമുക്ക് ഉണ്ടായിക്കോളും. അപ്പോൾ പ്രജിക്ക് ഇതിനായിട്ട് ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയും ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടെന്ന്. കാരണം ഒരുപാട് ഹോർമോണുകളും ഒക്കെ നമുക്ക് ആയിട്ട് ശരീരത്തിന് അത് കേടാണ്, പിന്നീട് അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടെന്ന് ഏട്ടൻ പറയും. അപ്പോൾ എനിക്ക് പേടിയ പ്രജി ഇങ്ങനെയൊക്കെ ചെയ്യാൻ, അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് ഏട്ടൻ എപ്പോഴും ബിജുവിനോടാണെങ്കിലും പ്രജിയോടാണെങ്കിലും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയി നോക്കൂ, എല്ലാവരും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മൂവാറ്റുപുഴയിൽ പോയി നോക്കൂ എന്ന് പറയും. ഈ 5 വർഷമായിട്ടും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ 2023 അവർ പോവാന്നുള്ള തയ്യാറെടുപ്പിൽ, അതായത് മൂവാറ്റുപുഴ പോയിട്ട് കാണാം എന്നുള്ള തയ്യാറെടുപ്പിൽ എന്നോട് വീണ്ടും ചോദിച്ചു, അന്ന് നമ്പറൊക്കെ തന്നില്ലേ, അവരുടെ അടുത്ത് നമ്പർ മേടിച്ച് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ നമ്പർ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവിടേക്ക് വിളിച്ച് ബുക്ക് ചെയ്തു. അത് 2023 നവംബറിലാണ് കേട്ടോ വിളിച്ചത്. നവംബറിൽ വിളിച്ചു ബുക്ക് ചെയ്തു. അവിടേക്ക് ബുക്കിംഗ് കിട്ടി. നമ്മൾ ഇവരോടൊന്ന് ചെന്നു. അതും ഇവിടുന്ന് ഏട്ടൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ മൂവാറ്റുപുഴയിലാണ്, സ്കൂട്ടിയിലാണ് പോകുന്നത്. കൊടുങ്ങല്ലൂർ വഴിക്കൊക്കെ പോണത് തോന്നുന്നുണ്ട് കേട്ടോ. റോഡൊക്കെ നല്ല ഗട്ടറാണ്, കുണ്ടും കുഴിയും എന്ന് പറഞ്ഞ പോലെ. അങ്ങനെയൊക്കെ കുണ്ടും കുഴിയിലൊക്കെ ചാടിയിട്ട് ഇവിടുന്ന് അവിടെ പോയി. രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അവരിങ്ങോട്ട് വിളിക്കും. അപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ചെയറിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് നമുക്ക് OP കാർഡിൻ്റെ ചാർജ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യുക എന്നുള്ളത് കൊണ്ട് 50 രൂപ എക്സ്ട്രാ, അങ്ങനെ 150 രൂപയെ വരുള്ളൂ കേട്ടോ ഡോക്ടറെ കാണാനായിട്ട്. നമ്മൾ മെനക്കെട്ടിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അന്നത്തെ ദിവസം ഫുള്ള് അവർ മെനക്കെട്ടിരുന്നു, രാത്രി ഒന്നും ഉറങ്ങാതെ ഇരുന്നു. ഒരു റൂം പോലും എടുക്കാൻ പറ്റില്ല, നമ്മൾ എപ്പോഴാണ് ഡോക്ടർ വന്ന് വിളിക്കാന്ന് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് അതിനുശേഷം ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടർ പറഞ്ഞു പീരീഡ്സ് ആയിട്ട് 2ാമത്തെ ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പോരുകയാണ്. ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കസിൻ ഗീതേച്ചിയുടെ മോള് സ്നേഹയുടെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടും അതുപോലെ ചാവക്കാട് റിസോർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ട്.
അപ്പോൾ ആ കല്യാണത്തിന് ഞാനും കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു കല്യാണത്തിന് പങ്കെടുക്കണം, നമ്മളെല്ലാവരും കൂടി പങ്കെടുക്കാന്ന് വെച്ച് ദീപും ഭാരതി ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ, ബിജും പ്രജി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പോവാന്നുള്ള പ്ലാനിൽ നമ്മളെല്ലാം ഡ്രസ്സുകളൊക്കെ എടുത്തു, എല്ലാവരും കൂടി തൃശ്ശൂരൊക്കെ പോയി പർച്ചേസ് ചെയ്തു വന്നു. അടിച്ച് പൊളിച്ച് പോകണം, കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ റിസപ്ഷന് പോകണം, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഞങ്ങൾ ആ ഒരു യാത്രയുടെ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവർ മൂവാറ്റുപുഴയിൽ നിന്ന് സ്കൂട്ടിയിൽ എല്ലാ കുണ്ടും കുഴിയിലും ചാടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കല്യാണം ഡിസംബറിലാണ്. ഡിസംബറിൽ കല്യാണം ഡിസംബർ 10-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഡിസംബർ 10-ാം തീയതിയാണ്. അപ്പോൾ ആ ഡിസംബർ 10-ാം തീയതിക്ക് ഒരു 4 ദിവസം മുൻപാണ് പ്രജിക്ക് ശരിക്ക് ഡേറ്റ് വരുന്നത്. അപ്പോൾ ആ ദിവസം ആയില്ല കണ്ടപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഗ്യാപ്പ് വന്നുല്ലോ, എന്നാൽ ശരി നമുക്ക് വെറുതെ ഒന്ന് കാർഡ് വാങ്ങിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ച് നോക്കിയപ്പോൾ പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ആയാലും ഞങ്ങൾക്ക് ടെൻഷനുണ്ട്. കാരണം എപ്പോഴും നമ്മളിങ്ങനെ സംഭവിച്ച് പോസിറ്റീവായിട്ട് കാണും. ഈ കാർഡ് നമ്മൾ മറ്റുള്ളവരോട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു അങ്ങനെ 6 പ്രാവശ്യം 7 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഞങ്ങൾക്കിത് പുറത്ത് പറയാൻ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ. കാരണം എന്താ സംഭവിക്കുക ഏതാ സംഭവിക്കാന്നറിയില്ല. അപ്പം ഞങ്ങൾ ആരോടും പറയാതെ ഇരുന്നു, എന്തായാലും നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ പീരീഡ്സ് ആയിട്ട് 2ാമത്തെ ദിവസം വരാനാണല്ലോ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടേക്ക് പീരീഡ്സ് ആയാലല്ലേ പോകാൻ പറ്റുക. അപ്പോൾ ആവണമില്ല, ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് പോസിറ്റീവ് കാണുകയും ചെയ്തു. അപ്പോൾ കല്യാണത്തിന് പ്രജീനെ ഞങ്ങൾ കൊണ്ടുപോയില്ല, ഞങ്ങൾ യാത്ര ചെയ്യേണ്ടെന്നുള്ള പ്ലാനിൽ ഞങ്ങളെല്ലാവരും പോയി പ്രജീനെ ഇവിടെ ഇരുത്തിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഡോക്ടർ ശ്രീനിവാസന് ഈ കാർഡ് നമ്മൾ പോസിറ്റീവാന്ന് കണ്ടത് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു ആ കുട്ടീനെ കൊണ്ടുവരണ്ട, ബ്രദറിനോട് വരാൻ പറയൂ. അപ്പോൾ ബ്രദർ വന്നിട്ട് ഞാൻ മെഡിസിനൊക്കെ എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്രഗ്നൻസി കാർഡിൽ ആ പോസിറ്റീവ് കണ്ട ആ കാർഡ് ഞാൻ വാട്സപ്പിൽ ഡോക്ടർ ശ്രീനിവാസൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു ബ്രദറിനെ ഇങ്ങോട്ട് അയച്ചാൽ മതി, ആ കുട്ടീനെ വിടണ്ട, ആ കുട്ടി യാത്ര ചെയ്യേണ്ട, തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ, ഇത്രയും പ്രാവശ്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ, അപ്പോൾ നമ്മളായിട്ട് കരുതൽ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബിജു ഡോക്ടർ വീട്ടിൽ പോയി വിളിച്ച് മെഡിസിനൊക്കെ എഴുതി കൊടുത്തു. ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അതുപോലെ ടി എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഡോക്ടർ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എഴുതി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടില്ല. എല്ലായ്പ്പോഴും ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ വിളിച്ച് പറയും, അതുപോലെ നമുക്ക് ഇത് എഴുതി തരും, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങൾ നടത്തി പോരുക, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ പ്രഗ്നൻസി ഞാൻ പറഞ്ഞു 2.5 മാസമായപ്പോൾ അബോർഷൻ ആക്കി എന്നുള്ളത്. അന്ന് ഡോക്ടർക്ക് ഒന്നും പറയാനില്ല. കാരണം ഇവൾക്കും 2 പേർക്കും കംപ്ലൈൻ്റ് ഒന്നുമില്ല, പ്രഗ്നൻസി ആവണമുണ്ട് ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ ലാസ്റ്റിൽ പറഞ്ഞു ഇനി എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങളുടെ അടുത്ത്, ദൈവത്തിനെ വിളിക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇനി ദൈവം ഒരാൾ ചിന്തിക്കണം, അത്രയേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കും വേറെ ഒരു പ്രതീക്ഷയും വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇതുപോലെ നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ശ്രീനിവാസൻ. അപ്പോൾ ഡോക്ടർ പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മക്കളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യങ്ങളുള്ളത് കൊണ്ടും ഇവിടെ ഡെലിവറി നൈറ്റിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെലിവറിക്ക് ഞാൻ വേറെ എവിടെയെങ്കിലും പറയാം, അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി, അതുവരെ ഞാൻ നോക്കിക്കോളാം എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴും ഡോക്ടർ പിന്നെ ഞാൻ കൂടെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും ഡോക്ടർ നമ്മളോട് പറയും ഇനി ഇത്ര ദിവസം കഴിയണം അല്ലെങ്കിൽ ഇത്ര ആഴ്ച കഴിയണം. ഡോക്ടർ തന്നെ ആ ഒരു പ്രതീക്ഷയിൽ കൂടിയിട്ടാണ് ഇരിക്കണത് കേട്ടോ. അങ്ങനെ പറയും ഇനി 1.5 മാസം കൂടി ഇങ്ങനെ കഴിഞ്ഞ് കിട്ടണം, ലാസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേനും പറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കുട്ടി ഇങ്ങനെ തന്നെ പോട്ടെ, റെസ്റ്റ് ഒന്നും ശരിക്കും വേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും കുട്ടി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടേ സാറേ, എൻ്റെ അടുത്താണ് നിൽക്കുന്നത്, ഇവിടേക്ക് സാറിനെ കാണാൻ വരുന്നത് കൊണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സൗകര്യത്തിനും അവളുടെ വീട്ടിൽ പോയി നിൽക്കണേക്കാളും എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അത് സൗകര്യം ഉണ്ടല്ലോ വെച്ചിട്ട് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ സാറ് പറഞ്ഞു എന്താ ഡെലിവറിക്ക് അങ്ങ് എവിടെ പോകണമെച്ചപ്പോൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനമില്ല, ഇതുവരെയും സാറ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ സാറിൻ്റെ തീരുമാനം അല്ലെങ്കിൽ സാർ എവിടെ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോകാമെന്ന്. അപ്പോൾ സാറ് 3 ഹോസ്പിറ്റലാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ സാറിൻ്റെ കൊളീഗ്സുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 3 ഹോസ്പിറ്റലുകളിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൽ മദർ ഹോസ്പിറ്റലാണ് നമ്മൾ തിരഞ്ഞെടുത്തത് കേട്ടോ. മദർ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാൻ കാരണം വേറെ ഒന്നുകൊണ്ടല്ല, അവരുടെ പ്രജർ വീട്ടിൽ പോയാൽ അവിടെ നിന്ന് അധികം ദൂരമില്ല. പിന്നെ ഡോക്ടർ ഗീതേനെ കാണിക്കാനാണ്. ഗീത ഡോക്ടർ ശ്രീനിവാസൻ്റെ കൊളീഗാണ്, അവരൊന്നിച്ച് കോഴിക്കോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡോക്ടർ ഗീതേനെ കാണാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ മദർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോക്കൺ ബുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഞാൻ ആ ചേട്ടനെ വിളിച്ച് പറയും. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ആ ചേട്ടനും നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ജൂലൈ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരിക്കും ജൂലൈ ലാസ്റ്റിലേക്കാണ് ഡെലിവറി ഡേറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു വെയിറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അപ്പം നമുക്ക് നീണ്ടു പോകണ്ട എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രാവശ്യം, ഈ 7 പ്രാവശ്യം എന്താണോ കാരണം, കാടടച്ച് വെടി വെക്കുക എന്ന് പറഞ്ഞ പോലെ എന്താണ് കാരണം എന്നറിയാതെയാണ് നമുക്ക് ഈ അബോർഷനുകളൊക്കെ സംഭവിച്ചേക്കുന്നതും ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, കുട്ടിക്ക് ആവശ്യത്തിനുള്ള വെയിറ്റും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഡെലിവറി നടത്താം. പിന്നെ നോർമൽ ഡെലിവറിക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, എനിക്ക് വിരോധമില്ല. പക്ഷേ അതിനുള്ള റിസ്ക് എടുക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജൂലൈ 14 തീയതിക്ക് ശേഷം അങ്ങോട്ട് നീണ്ടു പോകണ്ട, ഒരു 5-6 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏത് ഡേറ്റിൽ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഏതാச்சுം ഡോക്ടറുടെ ഡേറ്റ് ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ജൂലൈ 15 തീയതിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തു. ജൂലൈ 12 തീയതി ബിജു നാട്ടിൽ വന്നു. 13 തീയതി കഴിഞ്ഞ് 14 തീയതി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷനായി. പിറ്റേ ദിവസം തിങ്കളാഴ്ച 15 തീയതി. അപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ബിജും പ്രജിയും മാത്രം അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു, റൂമിൽ നിന്നു. അതിനുശേഷം 15 തീയതി ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും പ്രജിയുടെ വീട്ടിലുണ്ടായിരുന്നത്, അവിടുന്ന് പോകാനാണല്ലോ എളുപ്പം. അങ്ങനെ 15 തീയതി കാലത്ത് ഞങ്ങൾ നേരത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം പ്രജീനെ ലാബ് റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 9 മണിക്ക് ശേഷമാണ് സിസേറിയൻ ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ പെൺകുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുട്ടീനെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് തന്നത് കേട്ടോ. അപ്പോൾ ഈ ഡോക്ടർ ഗീത അപ്പോഴത്തേനും എൻ്റെ അടുത്ത്, അപ്പം ഞാൻ അങ്ങനെ ഡെലിവറി ആയി എന്നുള്ളത് നമ്മൾ സന്തോഷം എല്ലാവരോടും വിളിച്ചറിയിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ ഗീത വന്നിട്ട് പറഞ്ഞു, പ്രജിനെ കൊണ്ടുപോകണതും അതുപോലെ തന്നെ ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് കേട്ടോ, അല്ലാതെ അപ്പം എന്നോട് വേറെ ഇതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, കുട്ടി ഞാൻ ഡോക്ടർ ശ്രീനിവാസനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രജിതയ്ക്കും കുഴപ്പമില്ല, കുട്ടിക്കും കുഴപ്പമില്ല. ചെറിയൊരു ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുട്ടീനെ കയ്യിൽ തരാതിരുന്നത്. നോക്കി കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കുട്ടികളുടെ ഡോക്ടറും വന്ന് നോക്കി കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് തന്നു. കുട്ടീനെ നമ്മുടെ കയ്യിൽ തന്നു. ഡോക്ടർ ഗീത അങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ നമുക്ക് അവരൊക്കെ ആ സമയങ്ങളിൽ നമുക്ക് ദൈവം തന്നെയാണ് അല്ലേ. അങ്ങനെ ഡോക്ടർ ശ്രീനിവാസനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ ഗീത എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഞാൻ എന്തായാലും സന്തോഷമായി, സമാധാനമായി, നന്നായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജൂലൈ 15 ഞങ്ങൾ, അപ്പോൾ അവനിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അന്നാണ്. അതൊരു കൊറോണ കാലത്തായിരുന്നു. അപ്പോൾ അവനിയുടെ ഡെലിവറി ഡേറ്റും അവനിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒരേ ദിവസമാണ്, നാളുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ ഞാനാണ് നിന്ന്, പിന്നെ പ്രജിയുടെ ഒരു വല്യമ്മയുടെ മോളുണ്ടായിരുന്നു ആശ ചേച്ചി, അപ്പോൾ ആ ചേച്ചി ഞാനും നിന്ന്, ബിജു ഉണ്ടായിരുന്നു. അങ്ങനെ 5 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടായി. ആ ദിവസങ്ങളിൽ മുലപ്പാലുണ്ടാവാനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പ്രജിക്ക് നല്ലൊരു പനിയൊക്കെ ഉണ്ടായി. അതുപോലെ കുട്ടിക്ക് പാല് 2 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ പാല് കോരി കൊടുക്കുക, അവനിക്ക് കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഇവയ്ക്ക് കൊടുക്കാനായിട്ട്, കാരണം 13 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയത്. അതുപോലെ തന്നെ എനിക്കൊരു ടെൻഷനായിരുന്നു കേട്ടോ. എന്നാലും കുട്ടീനെ ഞാൻ എൻ്റെ കൂടെ കിടത്തിയിട്ടാണ് ഉണ്ടായിരുന്നത്. പാല് കുടിക്കാൻ മാത്രം പ്രജരത്തേക്ക് ചെല്ലും അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ദിവസം രാത്രി നല്ല വോമിറ്റിങ്, ഒരു ദിവസം രാത്രി ഇല്ല, ഡെലിവറി ആയതിൻ്റെ പിറ്റേ ദിവസം നല്ല വോമിറ്റിംഗ് ഒക്കെ ആയി. പാല് കൊടുക്കുമ്പോൾ എനിക്ക് പേടി. ഞാൻ അങ്ങനെ തന്നെ അവസാനം ഞാൻ പറഞ്ഞു സിസ്റ്റർമാരോട് NICU അവിടെ കിടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കരഞ്ഞു തുടങ്ങി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അല്ല വേണ്ട, നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സിസ്റ്റർമാർ വന്ന് ചെയ്തു തരാം എന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ഒരു 4-5 ദിവസം ശരിക്കും പറഞ്ഞ ടെൻഷൻ തന്നെയായിരുന്നു. 4-5 ദിവസം മാത്രമല്ല, ഒരുവിധം അവിടെ നിന്ന് ഇങ്ങനെ ആയി കിട്ടണവരെ നമുക്കൊരു ടെൻഷൻ തന്നെയായിരുന്നു. അപ്പം ആ ഒരു ഭയം ഉള്ളിലല്ലേ, എല്ലാവർക്കും ഒരു ഉൾഭയമാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കി എല്ലാവർക്കും അതുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ കഴിഞ്ഞു. പിന്നെ 28 കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേപ്പോൾ പിറന്നാളുമായി, ഇന്ന് ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ ഈ ഒരു ദിവസം രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഞങ്ങളിതിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയായിരുന്നു ഇവയുടെ വരവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞു ജൂലൈ 15 തീയതി കാലത്ത് നമ്മൾ അപ്പോഴും ലേബർ റൂമിൻ്റെ മുന്നിലും അതുപോലെ തിയേറ്ററിൻ്റെ മുന്നിലൊക്കെയുള്ള ഇരിപ്പും കുട്ടീനെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള ആ ഒരു സന്തോഷം. അപ്പോൾ തന്നെ എല്ലാ ആൾക്കാരും, ഞങ്ങളുടെ നാട്ടുകാരായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞപ്പോൾ നമ്മളതിനെ വിളിച്ചും കൊണ്ടിരിക്കുക, എല്ലാവർക്കും ഒരു സന്തോഷം. അങ്ങനെ അതൊരു സന്തോഷമുള്ളൊരു കാര്യമായി തീർന്നു. അപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഒന്നൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ നിന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ റിലേഷനിലുള്ള ചേട്ടൻ അവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ആ ചേട്ടനും എല്ലാവരുടെയും ഹെൽപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് നമുക്ക് ഹെൽപ്പ് ഉണ്ടായി.
പിന്നെ ഇഞ്ചക്ഷനൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് BCG അതുപോലുള്ള മറ്റുള്ള ഇഞ്ചക്ഷനുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ടെൻഷൻ തന്നെയാണ് കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ ശക്തിയില്ല എന്ന് പറയും. പിന്നെ എന്നാലും ഞാൻ പിടിച്ചിരുന്നിട്ടുണ്ട്. അതുപോലെ ചെവി ടെസ്റ്റൊക്കെ അവർ നടത്തുമല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഓരോ ഓർമ്മകൾ ഇന്നിങ്ങനെ കടന്നു പോയി. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഒരു കഥയാണ് അവനിക്കുട്ടിയുടെ കഥയും. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊരു ദിവസം പങ്കുവെക്കാം കേട്ടോ. ഇന്ന് 2 പേരുടെ കഥകളും കൂടിയിട്ട് ഒന്നിച്ച് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇവയുടെ മാത്രം പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പ്, 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ ഒരു സന്തോഷം, അത് ഇന്ന് ആ ദിവസത്തിൽ നമ്മളിങ്ങനെ ഇരുന്ന ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത് പങ്കുവെച്ചു എന്ന് മാത്രം. ഇതേപോലെ ഒരു കഥയാണ് നമ്മുടെ അവനിക്കുട്ടിയുടെ കേട്ടോ. അപ്പോൾ അവനിക്കുട്ടിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ടെൻഷനായിട്ടുള്ള കഥ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നും സംഭവിക്കുമ്പോൾ നമ്മൾ ഏതാണുള്ള ആ ഒരു ടെൻഷൻ അത് കഴിഞ്ഞ് നമുക്ക് സന്തോഷം ഉണ്ടില്ല എന്നല്ല പറയുന്നത്. എന്നാലും ഒരുപാട് അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളത് ചിന്തിക്കും. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഓരോ അമ്മയുടെ കാര്യങ്ങളിലൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇതൊരു സന്തോഷം. അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അതുപോലെ കുറേ പേർക്ക് പ്രഗ്നൻസിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുള്ളൂ അല്ലേ. ജനനം മരണം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. അത് ഈ പ്രപഞ്ചത്തിലെ ഏതോ ഒരു ശക്തി, ആ ഒരു ശക്തി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്ന ആ ശക്തി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഓരോ ജനനം ചിന്തിക്കുമ്പോൾ നമ്മളങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ഉണ്ട്, നമുക്കുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. നമുക്ക് ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ടെൻഷൻ, പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഇപ്പോൾ സ്കൂളുകളിൽ വെച്ച് പോയി തുടങ്ങി എന്ന് പറയുമ്പോൾ ഇവർക്കും ഒരു ടെൻഷൻ. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് B.Edഉം MBA ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പോൾ ജോലിക്കും പോകണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകുമ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇനി എന്തായാലും ഒരു കുട്ടി ആവട്ടെ എന്നിട്ട് ജോലിക്ക് പോകാമെന്ന് വെച്ചത് അങ്ങനെയും ആ ജോലിക്ക് പോകുന്ന കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും മാനസികമായ ടെൻഷൻ. പക്ഷെ ഒരുപാട് ടെൻഷനുകൾ അവൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അവളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കണ കാരണം കൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അല്ലാതെ നമ്മൾ സാധാരണ ഒരു നാത്തൂൻ പോര് അല്ലെങ്കിൽ ഒരു അമ്മായിമ്മ പോര് അല്ലെങ്കിൽ ഭർത്ത വീട്ടിലെ ബുദ്ധിമുട്ട് എന്ന് കണ്ടിട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ ഭാഗത്തു നിന്നോ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ അവളോട് വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മുടെ സഹോദരി, എൻ്റെ ഒരു സഹോദരി, ഞങ്ങൾ അത്രയും തന്നെയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും അതല്ല പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവൾക്കൊരു സപ്പോർട്ടായിട്ടും എന്ത് കാര്യത്തിനും അവൾക്ക് എന്നോട് വിളിച്ചു. ഇപ്പോൾ അവളുടെ വീട്ടിൽ പോയാലും കൂടിയും അപ്പോൾ ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞ അവൾക്കൊരു ധൈര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ചെയ്യുന്നത് കൊണ്ടും മാനസികമായിട്ട് അവൾക്ക് ഇങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലാത്തത് കൊണ്ടും, അല്ലാന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ കൂടി ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ല. എങ്ങനെ പ്രഗ്നൻസി ആയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതാണ് പറഞ്ഞിട്ട് എപ്പോഴും സാധാരണ ചിലപ്പോൾ പെൺകുട്ടികളതിനെ കുറ്റം പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങളുടെ വീട്ടിൽ അവൾക്ക് സംഭവിക്കാത്തത് കൊണ്ടും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൾക്കും അത് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ മറ്റുള്ളവരുടെ ചോദ്യങ്ങളല്ലേ, ചിലവർ മനഃപൂർവ്വം കുളിക്കാൻ പോകണ കണ്ടാലും കുളിക്കാൻ പോവുകയാണോ ചോദിക്കണ പോലെ കുട്ടികളായില്ലേ എന്ന് ചോദിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ടുകൂടെ, ഇവിടെ ചെയ്തുകൂടെ, അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൂടെ, അങ്ങനെ കണ്ടുകൂടെ, ഇങ്ങനെ കണ്ടുകൂടെ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. പക്ഷേ നമുക്കറിയാം 2 പേർക്കും കംപ്ലൈൻറ്റുകളില്ല, അല്ലെങ്കിൽ 2 പേർക്ക് ഇവർക്ക് പ്രഗ്നൻസി ആവാത്ത കുഴപ്പമില്ല നമുക്കറിയാം. പക്ഷെ നമ്മളിത് എല്ലാവരോടും വിവരിച്ച് പറയാനായിട്ട് പറ്റൂലല്ലോ. അവസാനം അതിനൊക്കെ ഒരു എല്ലാ ദുഃഖങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവരുടെ കുത്തുവാക്കുകൾക്കും ഒരു പരിഹാരമായിട്ട് ദൈവം നമുക്ക് ഇവക്കുട്ടീനെ തന്നു. ഇനി സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യവും എല്ലാം ഒന്നിച്ചായി ആ കുട്ടിക്ക് കൊടുത്തവൾ നന്നായി വളർന്നു വരട്ടെ എന്ന് മാത്രം ഞങ്ങൾക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് എന്താ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് പേരുടെ സന്തോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും അതിനിടയ്ക്ക് ചിലവരുടെ ചോദ്യങ്ങളും. അപ്പോൾ ബിജുവിനാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. അവൻ പെട്ടെന്ന് ഡള്ളാവണ ഒരു സ്വഭാവമാണ്. അപ്പോൾ പ്രജിക്ക് അങ്ങനെ ഉണ്ടെങ്കിലും അവൾ ചിലപ്പോൾ അത് പുറത്ത് കാണിക്കാറില്ല. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ മറ്റുള്ളവർക്ക് കുട്ടികളായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കണ്ട. ചിലപ്പോൾ നമ്മൾ സാധാരണ അവസ്ഥയിൽ ഒരാളെ കണ്ട് പരിചയപ്പെടുമ്പോൾ എന്താ പേര്, എന്താ ജോലി, അല്ലെങ്കിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കും. അതൊരു സ്വാഭാവികമായ ചോദ്യം. അതിലപ്പുറം എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളായിട്ടില്ലേ, അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യണില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളില്ലാതിരിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്നത് അവർക്കേ അറിയുള്ളൂ.
അപ്പോൾ നമ്മളായിട്ട് മറ്റൊരാളെ കുത്തി മുറിവേൽപ്പിക്കാതിരിക്കുക. പിന്നെ സന്താനയോഗം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കയ്യിലല്ല, അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. ദൈവം ഒരാൾ വിചാരിച്ചാൽ മാത്രമാണ് ആ കാര്യങ്ങളുള്ളൂ. ഇത് നല്ല എല്ലാ കാര്യങ്ങൾക്കും ദൈവം തന്നെയാണ് കേട്ടോ. നമുക്ക് മാനസികമായ സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ തന്നെയാണ്. നമ്മൾ മനസ്സറിഞ്ഞ് മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക, കഴിയുന്നതും നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവരെ വെറുതെ കുത്തി മുറിവേൽപ്പിക്കാതിരിക്കുക. എന്നാൽ തന്നെ നമുക്ക് ദൈവം ഒക്കെ എന്തെങ്കിലുമൊക്കെ തരുന്നേ. നമ്മളതിനെ എപ്പോഴും ഇങ്ങനെ ദുരിതങ്ങൾ മാത്രമല്ലല്ലോ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിച്ച് മുറിവേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കുക, അത്രമാത്രം പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.